ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ പേപ്പർ കപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ പോകുന്നു. അതിന് നമ്മളെ പേപ്പർ ഗ്ലാസ് ഇല്ലേ, അതെടുത്ത് ഡാർക്ക് ഉണ്ടാക്കുക. സിമ്പിളാണ്, വെരി ഈസിയാണ്. പേപ്പർ കപ്പിൻ്റെ ആ ടോപ്പിലെ ഇത് കട്ട് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ. എന്നിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ഫുൾ കട്ട് ചെയ്യാൻ പാടില്ല, പകുതി ഇങ്ങനെ മുറിച്ച് അതിപ്പോൾ എത്രയായാലും കുഴപ്പമില്ല, കുറച്ചായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് വണ്ണത്തിലായാലും കുഴപ്പമില്ല. നമുക്ക് ഒരു കംഫർട്ടബിൾ. ഇപ്പോൾ എത്ര പെറ്റൽസ് വരുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ ഞാൻ 8 പെറ്റൽസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ ഡോംസിൻ്റെ ബ്രഷ് പെൻ എടുത്തിട്ട് വയലറ്റ് കളറാണ് അടിച്ചു കൊടുത്തത് മൊത്തം. ഇപ്പം ചെറിയ കുഞ്ഞു ഐഡിയാസൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് എല്ലാവർക്കും അറിയാൻ പറഞ്ഞ ഐഡിയാസ് തന്നെ. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെറിയ ടൈം സ്പെൻഡ് ഇങ്ങനത്തെ ക്രാഫ്റ്റിൽ ഇങ്ങനെ ഏർപ്പെടുന്നു. കുറേ പേപ്പർ ക്രാഫ്റ്റ് ഉണ്ടാക്കി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടാം കേട്ടോ. പിന്നെ വേറെ ടൈപ്പ് ക്രാഫ്റ്റ് ഉണ്ട്, വൂളൻ ത്രെഡ് ക്രാഫ്റ്റ്. നിങ്ങളെല്ലാവരും കാണുന്നത് തന്നെയല്ലേ. ഞാനിപ്പോൾ ലോങ് വീഡിയോസ് കുറച്ച് ദിവസമായി ഇടാൻ തുടങ്ങിയിട്ട്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, സജഷൻസ് തരുക. ഇതിപ്പോൾ കണ്ണും മൂക്കും ഇല്ല ഫ്ലവേഴ്സാണേ. അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ പെൻസിലിനെ കൊണ്ട് ഒരു കണ്ണ്, മൂക്കും ബായും വരച്ചു കൊടുക്കുന്നുണ്ട്. അത് ബ്ലാക്ക് സ്കെച്ച് പെന്നിൽ കളർ ചെയ്യുന്നു. ഇനി അതിൻ്റെ ഫേസ് യെല്ലോ കളറിലാണ് ഞാൻ ഇത് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇവിടെ ഒരു ചെറിയ ഇത് പറ്റി. ബ്ലാക്ക് എടുക്കുന്നതിന് മുമ്പേ യെല്ലോ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് ബ്ലാക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ മുകളിലെല്ലാം ഇങ്ങനെ ജസ്റ്റ് ബ്ലാക്ക് സ്പ്രെഡ് ആയിട്ടുണ്ട് ചെറുങ്ങനെ, ബ്രഷ് പെണ്ണായതുകൊണ്ട്. അപ്പം അത് ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ യെല്ലോ അടിച്ച ശേഷം ബ്ലാക്ക് ഇതാക്കിയാൽ മതി, ഔട്ട്ലൈൻ പോലെ. ഇങ്ങനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞങ്ങൾക്ക് സ്പ്രെഡ് ആയതുകൊണ്ട് ഞാനെന്ത് പണിയെടുത്തു, അതിൻ്റെ മേലെ വേറൊരു കളറ് കൂടി അറ്റാച്ച് ചെയ്തു.
യെല്ലോൻ്റെ മേലെ വേറെ കളറ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി ഒരു ടച്ചപ്പ്. നമ്മൾ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ ടച്ചപ്പ് ചെയ്യുന്നില്ലേ, അതുമാതിരി ഞാൻ അതിന് ഒരു ലൈറ്റ് ഗ്രീൻ പോലത്തത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അപ്പം അതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി തോന്നുന്നു വെച്ച് രണ്ടും കൂടി മിക്സ്. ബ്രഷ് പെന്നിൻ്റെ അറിയാതെ 2 കളർ മിക്സ് ആക്കുമ്പോഴാണ് വേറൊരു കളർ വരുന്നത്. അതുപോലെ ഞാനും ഒന്ന് ഇതാക്കി ട്രൈ ചെയ്തു. അപ്പോൾ വിചാരിച്ച പോലെ അത്ര കുളമായിട്ടില്ല, എന്നാലും കുറച്ച് ഭംഗി കൂടിയോ എന്നൊരു സംശയം. നിങ്ങൾക്കെന്താ തോന്നുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിപ്പം ഇങ്ങനെയായി. ഇനിയിപ്പോൾ ഇതിനൊരു ഇത് വെച്ച് കൊടുക്കണം, ഒരു പേപ്പർ റോൾ വെച്ച് അതിൻ്റെ ബാക്കിൽ ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ നിൽക്കാൻ വേണ്ടി. അപ്പം നല്ല ഇതല്ലേ. പേപ്പർ റോൾ വന്നിട്ടുണ്ട്, അത് ചാർട്ട് പേപ്പറിലാണ് ഇങ്ങനെ ചുറ്റിയിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അത് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളെ ഫ്ലവർ റെഡിയായി. ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി, ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ കുറച്ച് ഒട്ടാൻ താമസമുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഒട്ടിക്കാനുണ്ട്. അപ്പോൾ നമ്മളെ പേപ്പർ കപ്പ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല നല്ല ക്രാഫ്റ്റ് ഞാൻ വരും.